ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കോന്നിയിലാണ് കേട്ടോ. കോന്നി വനം വകുപ്പിൻ്റെ ഒരു കോന്നി എക്കോ ടൂറിസം സ്ഥലമുണ്ട്. അവിടെയാണ് നിൽക്കുന്നത്, ആന വളർത്തൽ കേന്ദ്രത്തിൽ. നമുക്ക് അവിടെയൊക്കെ ഒന്ന് ചുറ്റിയൊന്ന് കാണാം. അവിടെ ഏതൊക്കെ ആനകളുണ്ട് അതൊക്കെ നമുക്കൊന്ന് ചുറ്റി കാണാം ഇവിടെയൊക്കെ. കോന്നി കൊച്ചയ്യപ്പൻ. 4-5 വയസ്സാവും. ഇപ്പോഴെത്ര പ്രായം? 3 വയസ്സ് കഴിഞ്ഞു. ഇതാണ് കേട്ടോ കോന്നി കൊച്ചയ്യപ്പൻ. ഇതിൻ്റെ ഏജ് വന്നിട്ട് 3 വയസ്സായിട്ടുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ ഈ കേജിലേക്ക് ഇട്ടിരിക്കുന്നത് ഒരു പഴയ ആനയെ മരിക്കുന്നൊരു കൂടാണ്. അതിനകത്താക്കിയാണ് ഇട്ടിരിക്കുന്നത്. അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ കോന്നി കൊച്ചയ്യപ്പൻ. ഈ കൊച്ചയ്യപ്പനെ പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കേജിലേക്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ തന്നെ ഏകദേശം നല്ലൊരു ആയിട്ടുള്ളൊരു ആനക്കുട്ടിയാണത്. 3 വയസ്സ് പ്രായമായത്. ഇവിടെ തന്നെ കേട്ടോ ചിൽഡ്രൻസ് പാർക്കും എല്ലാം ഉണ്ട്. ഇതിന്റെ മുകളിൽ തന്നെ ഉണ്ട്. ഈ പരിസരത്ത് നിന്ന് ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉള്ളത്. കുട്ടികൾ കളിക്കാനുള്ള ഊഞ്ഞാല്, അങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഈ ഭാഗത്തേക്കുണ്ട്. നമ്മൾ അടുത്ത ആനയുടെ കൂട്ടിലേക്ക് കയറാൻ പോകാൻ കേട്ടോ. അവിടെ ഒരുപാട് ആനകളെ കെട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതുവഴിയാണ് കയറി പോകാനുള്ളത്. നമുക്ക് കയറിപ്പോയി നോക്കാം. അതിന് മുന്നേ ഇവിടെ എലിഫന്റ് ആർട്ട് ഗാലറി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവിടെ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ആനകളൊക്കെ അടിയിലൊക്കെ കുത്തിവെച്ച ഒരുപാട് ആനകളുണ്ട്. പിന്നെ ഒരുപാട് ആനകളുണ്ട് എലിഫന്റ് ആർട്ട് ഗാലറിയിൽ. തടിയിലും വൈക്കോലിലൊക്കെ ഉള്ള ആനകളുടെ രൂപങ്ങളുണ്ട് ഇവിടെ. പിന്നെ ഞങ്ങൾ മുകളിലേക്ക് വരുമ്പോൾ വയസ്സ് 22, മലയാറ്റൂർ ഡിവിഷനിൽ കോടനാർ റേഞ്ചിൽ നിന്ന് ഏറ് മുഖത്ത് നിന്നും 2003 ലഭിച്ചു. ഇതൊരു പിടിയാനയാണ് കേട്ടോ. അതവിടെ നിന്ന് തീറ്റയൊക്കെ നിൽപ്പുണ്ട്. കണ്ട അതൊന്ന് തീറ്റയൊക്കെ തിന്നുന്ന ഒരു ഇത്. ഇതാണ് പ്രിയദർശിനി. വയസ്സ് 40, കോന്നി ഡിവിഷനിലെ മണ്ണാറപ്പാറ റേഞ്ചിൽ നിന്ന് പാലക്കുഴിയിൽ നിന്ന് 1992 ലഭിച്ചു. ഉണ്ടോ? അതെല്ലാരും നല്ല പുല്ലൊക്കെ തിന്നേനെ കേട്ടോ. പ്രിയദർശിനി. ഇതാണ് മീന. വയസ്സ് 33, കോന്നി ഡിവിഷനിലെ മണ്ണാറപ്പാറ റേഞ്ചിൽ നിന്ന് തുറയിൽ നിന്നും 1991 ലഭിച്ചു. ഇതൊരു പിടിയാനയാണ് കേട്ടോ. ഇവര് 3 പേരെയാണ് ഈ മുകളിൽ കെട്ടിയിട്ടിരിക്കുന്നത് ഷെൽട്ടറിനകത്ത്. മീന, പ്രിയദർശിനി, അങ്ങനെ 3 ആനകൾ ഇവിടെ ഉണ്ട്. എന്തുകൊണ്ട് നല്ലൊരു മനോഹരമായൊരു കാഴ്ചയുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ കോന്നി എക്കോ ടൂറിസം. ഇവിടെയാണ് കേട്ടോ ചെറിയ ആനകളെല്ലാം കൊണ്ട് പാർപ്പിക്കുന്ന സ്ഥലമാണ്. ഇവിടെയാണ് ആ കൊച്ചയ്യപ്പനും ഉണ്ടായിരുന്നത്. അപ്പൊ ഈ കൊച്ചയ്യപ്പന് 3 വയസ്സായത് കൊണ്ടാണ് അതിനെ ചട്ടങ്ങളെല്ലാം പഠിപ്പിക്കാനായിട്ട് ആനയെ ചട്ടം പഠിപ്പിക്കുന്ന ആ കൂടിലേക്ക് മാറ്റിയത്. നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ 3D തിയേറ്ററിലേക്ക് പോകുന്ന ആ റോഡ് വഴി, ഈ 3D തിയേറ്ററിലേക്ക് പോകുന്ന വഴിയിലാണ് കൃഷ്ണ എന്ന് പറഞ്ഞൊരു ആനയെ കെട്ടി. നമുക്ക് അവിടെയും കൂടെ പോയി നോക്കിയിട്ടൊക്കെ വരാം. പിന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവിടെ ഒരു കൃഷ്ണ എന്ന് പറഞ്ഞൊരു കൊമ്പൻ ആനയുണ്ട്. ഉണ്ടോ? അതെപ്പോഴും തലയൊക്കെ ആയിട്ട് നല്ല കൂർത്ത കൊമ്പുള്ളൊരു ആനയാണ്. അതിനെ മുകളിലായിരുന്നു കെട്ടിയിരുന്നത്. ഇപ്പൊ താഴേക്ക് മാറ്റി കെട്ടിക്കുകയാണെന്ന് അവർ പറഞ്ഞത്.
ഇതാണ് കൃഷ്ണ. ഇനി നമ്മൾ കാണുന്നത് എലിഫന്റ് മ്യൂസിയം. നമുക്കിതിനകത്തൊക്കെ ഒന്ന് കയറി മ്യൂസിയമൊക്കെ ഒന്ന് കണ്ടു നോക്കാം. മ്യൂസിയത്തിനകത്തൊക്കെ ഇതിനകത്ത് പാദരക്ഷകൾ പുറത്തിടാമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അകത്ത് ചെരുപ്പിട്ടുകൊണ്ട് കയറാൻ പാടില്ല. നമുക്കിതിനകമൊക്കെ ഒന്ന് കയറി കാണാം കേട്ടോ. എലിഫന്റ് മ്യൂസിയത്തിലേക്ക് നമ്മൾ കയറുമ്പോൾ ആദ്യം കാണുന്നത് ഒരു ആനയാണ് കേട്ടോ. ആനയുടെ തന്നെ ഒരു രൂപമാണ് ഇവിടെ വച്ചിരിക്കുന്നത്. ഒരു പ്രതിമ ഇവിടെ കാണാൻ പറ്റും. മുള്ളട, ഇടച്ചങ്ങല, അങ്കുശം, കത്തി, പല്ല്. ഇത് ആനയുടെ പല്ലാണ്. പിന്നെയുള്ളത് വലിയ കോലുണ്ട്. തോട്ടി, അങ്ങനെ ഏറ്റവും മുകളിൽ തോട്ടി. അതിൻ്റെ മുകളിൽ വീണ്ടും ചെറിയൊരു തോട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കൊമ്പ് ചുറ്റി പിന്നെ വെച്ചിട്ട് മത്തിനെയും. പിന്നെ ഏറ്റവും താഴെ ആനക്കെണി. ആനയെ പിടിക്കാനുള്ള കെണിയാണ്. ആന മതവളവുമ്പോഴൊക്കെ ഇതാണ് കാലിടുന്നത്. ഈ മുള്ളു പോലത്തെയിട്ടാണ് ആനയുടെ കാലിൽ പിടിക്കുന്നത്. ആനയുടെ കൊമ്പ്, വലിയൊരു കൊമ്പാണ് കേട്ടോ താഴെ ഇരിക്കുന്നത്. അതൊക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് ആനയെ വാരിക്കുഴി എന്ന് പിടിക്കുന്നു. അങ്ങനെ കുറച്ച് ആന പിടുത്തം വാരിക്കുഴി രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ ഒരു ഇതിൽ. ഇത് ആന തടികയറ്റുന്ന വീഡിയോ ആണ് കേട്ടോ. തടികയറ്റുന്നത്, മരം മുറിക്കുന്നതൊക്കെ ഇവിടെ ഉള്ളത്. ഇവിടെ തന്നെ കമ്പിയും പൽചക്രങ്ങളെല്ലാം കൊണ്ടുവച്ചൊരു ആനയുടെ രൂപയോടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പാർക്കിനകത്ത്. പിന്നെ നമ്മളെ വരുമ്പം പാർക്കിനകത്ത് കാണുന്ന കേട്ടൊരു ആമ്പൽ കുളമുണ്ട്. ഒരു ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടവും ഒരു ആമ്പൽ കുളവും. അല്ല, ആമ്പലിൻ്റെ ഫ്ലവറൊക്കെ ഉണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.